എൻ്റെ പരിമിതി ഇതിനൊരു തടസ്സമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിത് ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പോളിയോ വരുത്തിയ ശാരീരിക പ്രയാസത്തെ അതിജീവിച്ച് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്ന കല്ലടിക്കോട് പരിയപ്പാടത്തെ വീട്ടിൽ ജയപ്രകാശ്. ചെറുപ്പത്തിൽ ഇടതുകൈക്ക് പോളിയോ ബാധിച്ചുവെങ്കിലും വിധിയുടെ മുന്നിൽ തോൽക്കാൻ ജയപ്രകാശ് തയ്യാറല്ല. റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ എല്ലാ ജോലിയും ജയപ്രകാശിന് വഴങ്ങും. നിരവധി ആദരവുകളും ഈ ചെറുപ്പക്കാരനെ തേടിയെത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. കല്ലടിക്കോട് ഹാളിൻ്റെ പുറകുവശമായിട്ട് വീട്ടുപേര് പരിയപ്പാടം എന്നാണ്. അച്ഛനമ്മ ഭാര്യ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ 1.5 വയസ്സിൽ എനിക്ക് പോളിയോ വന്ന് എൻ്റെ ഇടത് കൈവശ സ്വാധീനം കുറവുണ്ടായി. 70% ഉണ്ട്. ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ കർഷകൻ എന്ന നിലയിൽ അച്ഛനും കർഷകനായതുകൊണ്ടും പാരമ്പര്യമായിട്ടായതുകൊണ്ടും എൻ്റെ ബ്ലഡിൽ അതിനെയാണ് കൂടുതലായിട്ട് സ്വാധീനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം ഇഷ്ടമാണ്. പശുവുണ്ട്, പിന്നെ തെങ്ങുണ്ട്, കവുങ്ങ് ഉണ്ട്, അതുപോലെ തന്നെ പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്, കുറച്ച് റബ്ബറുണ്ട്, കോഴി വളർത്തലുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കൃഷിയോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ 100% ഞാനും എൻ്റെ അച്ഛൻ പുറത്തൊരു പണിക്ക് പോയി കണ്ടിട്ടില്ല. കാരണം ഞങ്ങളുള്ള സ്ഥലങ്ങളിൽ പരിമിതമായ രീതിയിൽ പണിയെടുത്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാർഷിക മേഖലയിൽ പണിയെടുക്കുക അല്ലെങ്കിൽ പ്രകൃതിയും ഈ മണ്ണിലും പണിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. എനിക്ക് 2 മക്കളാണ്. ഒരാൾ മൂത്ത ഇടയവനാണ്. അപ്പോൾ ഒരു ചെറുപ്പത്തിൽ തന്നെ കയ്യിൻ്റെ ബുദ്ധിമുട്ട് വന്നു. ഒരു ഇഞ്ചക്ഷൻ പോളിയെടുത്താണ് കാരണം. ടാപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ പശുവിൻ്റെ അതിൻ്റെ അടുത്ത് പോകാനും എല്ലാം കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു കർഷകനാണ്. നമ്മളെക്കാളും ഒന്നുകൂടെ ഉഷാറായിട്ടാണ് മൂപ്പര് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് റബ്ബർ തോട്ടമായിരുന്നു വീടിന് ചുറ്റും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഏകദേശം കാലാവധി തീർന്നപ്പോൾ റബ്ബർ മുറിച്ച് ഇപ്പോൾ തെങ്ങ്, കവുങ്ങ്, വീട്ടാവശ്യത്തിന് ഞങ്ങൾ പച്ചക്കറികളൊന്നും പുറത്തുനിന്ന് വാങ്ങാറേ ഇല്ല. എല്ലാം നമുക്ക് വീട്ടാവശ്യത്തിനുള്ള എല്ലാം ഞങ്ങളുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. കരിമ്പ പഞ്ചായത്തിന് കീഴിൽ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു പ്രധാന കർഷകനാണ്. 1.5 വയസ്സായപ്പോൾ പോളിയോ ബാധിച്ചെങ്കിലും അത് വളരെ തരണം ചെയ്ത് മികച്ച കർഷകനാണ്. പശു വളർത്തൽ, കോഴി വളർത്തൽ, അതുപോലെ അസോള കൃഷി, വിവിധ ജൈവവള നിർമ്മാണം, അങ്ങനെ പല മേഖലകളിലും വളരെ മികവ് തെളിയിച്ച ഒരു കർഷകനും കൂടിയാണ് ജയപ്രകാശ്. അസോള ഇത് കോഴികൾക്ക് പശുക്കൾക്കൊക്കെ കൊടുക്കും. നമ്മൾ കോഴികൾക്ക് കൊടുത്താൽ അവർക്ക് നല്ല മുട്ട ഉൽപ്പാദനവും, അതുപോലെ പശുക്കൾക്ക് പച്ചപ്പുല്ല് കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതാണ് കൊടുത്ത് ആ പുല്ലിൻ്റെ കുറവുകൾ നമ്മൾ പരിഹരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇതാണ് മണ്ണിര കമ്പോസ്റ്റ്. ജൈവഗ്രഹം പദ്ധതി പ്രകാരം 2020-21 ആ സ്കീം പ്രകാരം നമ്മൾ തുടങ്ങിയതാണ്. നമുക്ക് ആവശ്യമുള്ള മണ്ണിര കമ്പോസ്റ്റ് ഇതൊന്നും എടുക്കലുണ്ട്. സുഭിക്ഷ കേരളത്തിൽ ഉൾപ്പെടുത്തി കേരള സർക്കാരിൻ്റെ തന്നെയാണ് ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതാണ്. 2011 ഞങ്ങൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിരിക്കുന്നത്. വീട്ടാവശ്യത്തിന് മുഴുവനില്ലെങ്കിലും നമ്മൾ ഒരുവിധമൊക്കെ നമുക്ക് കിട്ടും. എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു 90% നമുക്കിത് ഉപയോഗിക്കാം. ഉപയോഗിക്കാം. രാവിലെ നേരം വെളുത്ത് പശുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അത് കഴിഞ്ഞതിന് ശേഷം ടാപ്പിംഗ് ആണ് ചെയ്യുക. അത് ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോഴും അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊതുവായിട്ടും അങ്ങനെയായിട്ടും ആനശല്യവും കാട്ടുമൃഗങ്ങളുടെ ശല്യം എല്ലാം നമുക്ക് ബാധിക്കുന്ന ഒരു ഏരിയയും കൂടിയാണത്. എബിലിറ്റിയുടെ എൻ്റർപ്രൈസ് അവാർഡ് കിട്ടി വരുമ്പോൾ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ചെയ്തതാണ്. ഇത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഏറ്റവും നല്ല സമ്മിശ്ര കർഷകരുടെ അവാർഡ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇതും അതേപോലെ തന്നെയാണ്. നമ്മളൊരു ആരാധനാലയമുണ്ട്, അതിൽ ബന്ധിച്ച് നിൽക്കുന്നതുകൊണ്ട് അവരെല്ലാം കൂട്ടായ്മ കൂടി ചെയ്തതാണ്. എബിലിറ്റിയുടെ ഇതിൽ നിന്ന് കിട്ടിയതാണ് ഇത്.